ഹലോ, ഞാനിന്ന് ഒരു പഴമയിലേക്ക് പോകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അതിന് മുട്ടക്കുരുമുളക് പുളിച്ചാറിന് പറയും. അതിന് 3 മുട്ട, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ പുളി പൊഴിഞ്ഞ് കലത്തിലേക്ക് ഒഴിച്ചു. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, പിന്നെ ഓരോരുത്തർ പാകത്തിനുള്ളത് എടുക്കാട്ടെ എരിവ്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇതിന് കുറച്ച് മല്ലിപ്പൊടിയാണ് മുന്തിച്ച് നിൽക്കേണ്ടത്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പുപൊടി ഓരോരുത്തരുടെ അളവനുസരിച്ച് പാകത്തിന് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇട്ട് നമ്മൾ കലത്തിൽ വെച്ച് തള വരുമ്പോഴേക്കും നമ്മൾ സിമ്മിലിടണം. പിന്നെ തീ എന്നിട്ട് വേണം മുട്ട പതുക്കെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അങ്ങനെ 3 മുട്ടയാണ് ഞാനിട്ടത്. നമ്മുടെ കലത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് അതിൻ്റെ മുട്ടയുടെ എണ്ണം കൂട്ടാം. ഞാനപ്പോൾ ഇതിങ്ങനെ മുട്ടയുടെ എണ്ണം കുറച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇത് എന്താ പറയുക, ഞാനിത് ഇത്ര ടേസ്റ്റ് വരുന്നുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അത്ര ടേസ്റ്റാണ് ഈ കറി കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്യണം. അതായത് പഴമയിലത്തെ കറികൾ അതൊക്കെ അത്ര സൂപ്പർ സംഭവങ്ങളാണ്. പിന്നെ അതിന് ഞാൻ താളിപ്പ് ശരിയാക്കണതാണ്. പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ കറിവേപ്പില, ചുവന്നമുളക് ഇതെല്ലാം ഇട്ട് നമ്മൾ താളിപ്പ് റെഡിയാക്കി. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റ് പറഞ്ഞാലാണ് എനിക്കിത് ഇനി ഇടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും നിങ്ങൾ പറയണം, അഭിപ്രായം പറയണം, ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പറ്റണ തെറ്റുകൾ നമുക്കത് തിരുത്താമല്ലോ. എങ്ങനെയുണ്ടാവുക നോക്കിയാൽ കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആ നല്ല രസമുണ്ട്. എന്തായാലും എന്താ പറയാ, ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചിന്നമ്മയാണ്. സൂപ്പറായിട്ടുണ്ട്. ചിന്നമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മുട്ടപ്പുളിച്ചാറ് കണ്ട, മുട്ട കണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ സിമ്മിൽ വേണം ഇടാനായിട്ട്. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴെങ്കിൽ മുട്ടൊക്കെ ആകെ ഇങ്ങനെ ഇതായി പോകും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ.